വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഞ്ജലി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടേതായ പ്രൊഫഷൻസ് ഉണ്ടാവും. അതേപോലത്തെ ഒരു പ്രൊഫഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഐ എം എ ടീച്ചർ, ദാറ്റ് യു നോ ഓൾറെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോർ ദാൻ ടീച്ചിങ് പ്രൊഫഷൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. ഈ ഡബ്ബിംഗ് ഇഷ്ടമാണ് എനിക്ക് ചെയ്യാൻ. അതിൻ്റെ വോയിസ് മോഡുലേഷനും കറക്റ്റായിട്ട് എല്ലാ വീഡിയോസിലും എനിക്കങ്ങനെ പറ്റിയെന്ന് ഇല്ല. എന്നാൽ നല്ല കമൻറ്റ്സ് ഇട്ടുള്ള വീഡിയോസും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാം, അതായത് ഡബ് ചെയ്ത വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതിൽ ഏറ്റവും നല്ല വീഡിയോ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഇന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യണം, ഞാൻ ഡബ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അതും എനിക്ക് ലിങ്ക് അയച്ചു തരിക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യൂ മക്കളെ, സപ്പോർട്ട് ചെയ്യൂ. അതായത് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോലെയുള്ള സ്റ്റാർട്ടിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ്സ് എങ്ങനെയുണ്ട് എന്നുള്ള കമൻറ്റ്സും ഏതിലൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം മാക്സിമം. പിന്നെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും വേണ്ടത്, സപ്പോർട്ട്. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഈ വിളക്കിനി മുടങ്ങാതെ തെളിച്ചോളാം ഞാൻ. വലിയ വലിയ കള്ള തിരുമാലികളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയണ എൻ്റെ ഭഗവാനെ, ഈ സാധു പെണ്ണോട് പൊറുക്കണം കേട്ടോ. உங்களுக்கு என்ன பிடிக்கலன்னு கூட பரவாயில்ல, என்னால் தாங்கிக்க முடியும். ஆனால் உங்களுக்கு பிடிச்சிருக்கு, ஒத்துக்குதான் மனசில்லை. நான் ஒத்துக்கிறேன், வெக்கத்தை விட்டு ஒத்துக்கிறேன். நான் உங்களை விரும்புகிறேன், സത്യമാ, മനഃപൂർവ്വം. ഞാൻ എൻ്റെ ഒരു തിയറി പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നതിനും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഡ്യൂട്ടി, അല്ലെങ്കിൽ ലോ. ഇപ്പം ഈ കാറ് കഴുകുന്നതന്നെ നോക്കാം. ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അത് ഡ്യൂട്ടി. ഇതിനോട് ഇഷ്ടമാണെങ്കിൽ நம்ம லைஃப்பில் நம்ம ரொம்ப பிடிச்சவங்க நம்ம விட்டு போனால் நாம் അങ്ങനെ போகணும்னு. என்னைக்காச்சும் ஒரு நாள் நமக்கு பிடிச்ச மாதிரி நம்ம லைஃப் மாறும். എനിക്ക് മാറിയിടുച്ചു. അപ്പം എൻ്റെ ജീവിതം ഞാനിവിടെ വേസ്റ്റ് ചെയ്യുന്നതോ? നിങ്ങളുടെ ജീവിതം ഈസിയാക്കാൻ മാത്രം ജനിച്ചാണോ ഞാൻ? എന്ത് പറയാനാ അജു, ഇവിടെയുള്ള ഒന്നും ആരും എൻ്റെ അല്ല. എവിടെയായിരുന്നു റാമി ഇതുവരെ? പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞൂടെ? ഞാനിവിടെ കിടന്ന് ഒരുക്കുകയായിരുന്നു, അറിയോ? എന്നോടുള്ള ദേഷ്യം തീർക്കാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. റാം പോയ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്തിനാ റാം എന്നെ ഇങ്ങനെ പേടിപ്പിച്ചത്? അയാളെല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് എന്നോട് എന്നെ പുച്ഛം തോന്നിയിരുന്നു. ഓരോ നിമിഷവും നിങ്ങളുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കുമ്പോൾ, നിങ്ങളുടെ ശ്വാസത്തിലും വേർപ്പിലും കലർന്ന മറ്റൊരു സ്ത്രീയുടെ ഗന്ധം ശ്വസിച്ച് രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല രവി, ഒന്നൊഴിച്ച്. എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നൊരു ഭാര്യ. വല്ല ചാൻസ് ഉണ്ടോ മാഷേ? ഞാനറിയാത്ത കഥാപാത്രങ്ങൾ ആരെങ്കിലും ആദ്യമേ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് റൊമാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഷ ടൈപ്പെല്ലാം എനിക്കറിയാം. കെട്ടിക്കോളാന്ന് പറഞ്ഞാൽ മതി. അതുകൂടി കേട്ടാ പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നോളൂ. എനിക്കതിലൊന്നും സങ്കടമില്ല വിമല. എനിക്കൊരു പരാതിയില്ല ജീവിതത്തോട്. എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ഞാനൊരു ശ്രമം നടത്തുകയാണ്. ഒരു എയിം, അതിൻ്റെ പേരിൽ ജീവിക്കാമല്ലോ. അങ്ങനെയൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഭംഗിയായതങ്ങ് അവസാനിപ്പിക്കണം. ഗുരുവായൂരപ്പ, ഇന്ദ്രജാലക്കാരാ, ഇതെന്തപ്പം ഇങ്ങനൊരു മറിമായം? ചെക്കൻ സുന്ദരനാട്ടോ, ഇഷ്ടാവും ആർക്കും. എൻ്റെ കാര്യമല്ല സർ, ഞാനൊരു പൊതു കാര്യം പറഞ്ഞേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ രാവണ എനിക്കിവിടം ഇഷ്ടമാവുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നിന്നെയും.
അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഡബ് ചെയ്ത വീഡിയോസ്. എന്തൊക്കെയാണെന്നുള്ളത് വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ബൈ.